പൃഥ്വിരാജിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത റോബിൻ ഹുഡ് എന്ന മലയാള ചിത്രം നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട്. തന്റെ കുടുംബത്തെ ചതിച്ച ബാങ്ക് അധികാരികളോട് പ്രതികാരം ചെയ്യുന്നതാണ് സിനിമയിലെ ഹൈടെക് കള്ളനായ റോബിൻ ഹുഡ്. എന്നാൽ ജോഷിയുടെ വീട്ടിൽ കയറിയ റോബിൻ ഹുഡിന്റെ രീതി വ്യത്യസ്തമാണ്. ബീഹാറിലെ റോബിൻ ഹുഡായ മുഹമ്മദ് ഇർഫാനെ കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്നതും കൗതുകകരവുമായ വിവരങ്ങളാണ്. ആളുകളുള്ള വീടുകളിൽ മാത്രമാണ് മോഷ്ടിക്കാൻ കയറുക. പ്രധാന ആയുധം സ്ക്രൂ ഡ്രൈവർ. മോഷ്ടമുതലിന്റെ പങ്ക് പാവങ്ങളെ സഹായിക്കാൻ ചിലവിടുന്നതുകൊണ്ട് ബീഹാറുകാർ ഇയാൾക്കൊരു വിളിപ്പേരും ചാർത്തി നൽകി, റോബിൻ ഹുഡ്. തന്റെ കുടുംബത്തെ ചതിച്ച ബാങ്ക് അധികാരികളോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ഹൈടെക് കള്ളന്റെ കഥയാണ് പൃഥ്വിരാജ് നായകനായ റോബിൻ ഹുഡ്. സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തുന്നതെങ്കിൽ ബീഹാറിലെ റോബിൻ ഹുഡായ മുഹമ്മദ് ഇർഫാൻ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കാറിൽ യാത്ര ചെയ്താണ് കൊച്ചിയിലെത്തിയത്. റോബിൻ ഹുഡിന്റെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ഇർഫാൻ ആള് നിസ്സാരക്കാരനല്ല. ആളുകളുള്ള വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നതാണ് ഇയാളുടെ സ്റ്റൈല്. ലക്ഷ്യമിടുന്നത് ആഡംബര വീടുകളാണ്. സ്ക്രൂ ഡ്രൈവറാണ് പ്രധാന ആയുധം. അടുക്കള ജനലോ വാതിലിന്റെ പൂട്ടോ പൊളിച്ചാണ് അകത്ത് കയറുക. തുറക്കാൻ പ്രയാസമുള്ള ഏത് പൂട്ടും പൊളിക്കും. അതാണ് ഹൈടെക് കള്ളനായ ഇർഫാന്റെ മോഷണ രീതി. ജോഷിയുടെ റോബിൻ ഹുഡിനേക്കാൾ വ്യത്യസ്തമായ പല പ്രത്യേകതകളും ഇർഫാനുണ്ട്. സമ്പന്നരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പണം പാവങ്ങളെ സഹായിക്കാൻ ചെലവഴിക്കും. നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കും. ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് കൈത്താങ്ങാകും. മോഷണ മുതലിന്റെ പങ്ക് പാവങ്ങളെ സഹായിക്കാൻ ചെലവിടുന്നത് കൊണ്ടാണ് റോബിൻ ഹുഡ് എന്ന വിളിപ്പേര് വീണത്. ഇർഫാന്റെ ഭാര്യ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഭാര്യയുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചില്ലെങ്കിലും ബോർഡ് വെച്ച കാറിൽ ഇർഫാൻ മോഷണത്തിന് ശേഷം സഞ്ചരിച്ചു എന്നതിന് തെളിവുണ്ട്. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലായി 19ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 2021-ൽ തിരുവനന്തപുരത്ത് കവടിയാറിൽ പ്രമുഖ ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിലും മുമ്പ് ഇർഫാൻ കവർച്ച നടത്തിയിരുന്നു. പൂനെയിലെ മോഷണ കേസിൽ പിടിയിലായപ്പോഴാണ് റോബിൻ ഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് താൻ മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്ന് ഇർഫാൻ പോലീസിനോട് പറഞ്ഞത്. സൂപ്പർ ചോർ, ജാഗ്വാർ തീഫ് എന്നീ വിളിപ്പേരുകളുള്ള ഇർഫാന് നാട്ടിൽ ആഡംബര കാറുകളും ബംഗ്ലാവും ഭൂസ്വത്തുക്കളുമുണ്ട്. എന്തായാലും സിനിമയിൽ ജോഷിയുടെ നായക കഥാപാത്രം പോലീസിന്റെ കുരുക്കിലായില്ലെങ്കിലും ഇവിടെ ജോഷിയുടെ യഥാർത്ഥ വില്ലന് പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ന്യൂസ് 18 കൊച്ചി.